അതുപോലെ ഹരീഷ് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കുറെ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് പോലും ഇവരെ എല്ലാവരുടെയും ബസ്സിനെ കെട്ടിപ്പടുത്താന്നാണ് പറയുന്നത്. ഞാൻ ആ സമയത്ത് ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്ത പ്രവൃത്തി. കഴിഞ്ഞ കൊറോണ ലോക്ക്ഡൌൺ സമയത്ത് എറണാകുളം ജില്ലയിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും മറ്റേ ഓൺലൈൻ പഠനത്തിന് നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും എല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലെ കാശ് മാത്രമല്ല, ഞാനും ആൻഡോ ചേട്ടനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് ആ കാര്യത്തിന് വേണ്ടി. ഞങ്ങളൊന്നും വിളിച്ചു പറയാൻ നടക്കുന്നില്ല. ഇയാളുടെ ശരിയായിരിക്കും, ഞാൻ എല്ലാവരുടെയും പൈസ മേടിച്ചിട്ടുണ്ട്. എൻ്റെ അതിൻ്റെ കണക്കും കാര്യം എല്ലാം ഉണ്ട്. ആരൊക്കെ പൈസ തന്നു, ഇതെന്തിനു വേണ്ടി ചെലവാക്കി എന്നുള്ള കണക്കും കാര്യമെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഹരീഷ് കണാരൻ ഈ തന്ന പൈസ ഞാൻ തിരിച്ചു കൊടുക്കും. ചാരിറ്റിക്ക് വേണ്ടി ഹരീഷ് കണാരൻ തന്ന പൈസ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും. കാര്യം അയാളുടെ പൈസ വാങ്ങിച്ച് ഉപകാരപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ബലത്തിൽ കൊള്ളില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ആ കണക്കൊക്കെ നോക്കിയിട്ട് അടുത്ത ദിവസം ഞാൻ കണക്കൊക്കെ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിരിക്കും, പുള്ളിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിരിക്കും. ചാരിറ്റിക്ക് കൊടുത്ത കാശ് വിളിച്ചു കൊണ്ട് വല്ല കാര്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ കാശ് ചെയ്തു എന്നല്ലേ ഇത് പൈസയല്ല. പൈസ കൊടുക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് പൈസ പലർക്കും കൊടുക്കാറുണ്ട് ചാരിറ്റി പ്രവർത്തനത്തിൽ. നമ്മൾ പോയി പ്രവർത്തിക്കുന്നതിലല്ലേ കാര്യം. നമ്മളിതിനു വേണ്ടി തുനിഞ്ഞിറങ്ങി ഈ 150 ദിവസം 200 ദിവസം ഞാൻ ഇതിന്റെ പുറകെ കിടന്ന് ഈ ആൾക്കാർക്ക് മുഴുവൻ എത്തിച്ച് അങ്ങനെ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് വേണം. അതിനായിരിക്കും ചിലപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് വന്നേക്കുന്നത്. അതായത് കയ്യിൽ നിന്ന് കാശ് മുടക്കുന്നതിന് മാത്രം ഡോക്ടറേറ്റ് വരുന്നത്. എഗ്രിമെന്റ് എന്താണ്? ആ സമയത്ത് എല്ലാവരും വിളിച്ചും കാശ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 25, 10 അങ്ങനെ കുറച്ച് എല്ലാവരും തരും. എത്ര ദിവസമാണ് നമ്മളിവിടെ നടത്തിയിരുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയാലോ, എറണാകുളം ജില്ല എല്ലാവർക്കും അറിയാം. ഏകദേശം 150 ദിവസത്തോളം ആ അടഞ്ഞിടന്ന സമയത്ത് കംപ്ലീറ്റ് ഇവിടെ ജനങ്ങൾക്ക് മുഴുവൻ ഏകദേശം 10-12 ലക്ഷം ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. ഹരീഷ് കണാരനെ ഈ ആരോപണം ഉന്നയിക്കുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പ്രസ് മീറ്റായിരുന്നു. അതെ, അത് ശരിക്കും ആ സിനിമയ്ക്ക് ഒരു ഗുണമാകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതെന്ന് അങ്ങനെ വല്ല ഒരു ഉദ്ദേശം ഉണ്ടോ? അല്ല, അത് എന്തിനാണ് ഇയാൾ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാര്യം ആ സിനിമയുടെ പ്രൊമോഷന് ഏകദേശം 1 മാസം മുമ്പ് വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ആൾക്കാർ. ആ സമയത്തൊന്നും ഇയാൾ എന്നോട് കാശും ചോദിച്ചിട്ടില്ല. എനിക്ക് ഏതെങ്കിലും പടത്തിൽ നല്ല അവസരങ്ങൾ ഉണ്ടാക്കി തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കൊരു പടം വന്നപ്പോൾ ഞാൻ അയാൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനേ നോക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ചെയ്ത വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനുശേഷം ഇത് സംഭവിച്ചതിന് ശേഷം പുള്ളി പലരോടും പറഞ്ഞു ഇത്രയും വഷളാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പലരോടും പറഞ്ഞു. പിന്നെ ഹരീഷ് കണാരന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹരീഷ് കണാരന്റെ സ്വഭാവം കൊണ്ട്. പല സെറ്റുകളിലും അയാൾ ഉണ്ടാക്കിയേക്കുന്ന ചെറിയ കളിയൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി. ആരും തുറന്നു പറയാനില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു. ഒരുപാട് സെറ്റുകളിൽ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും സിനിമയായിട്ടാണ് കാണുന്നത്. പുള്ളി വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന രീതിയല്ല ചെറിയ സിനിമയ്ക്ക് കൊടുക്കുന്നത്. വലിയ ആർട്ടിസ്റ്റിലുള്ള പടങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി കൃത്യമായി പ്രൊമോഷൻ വരെ പോകും. ഇല്ലെങ്കിൽ അയാൾ ഒരു ചെറിയ പടത്തിൻ്റെ ഒന്നും ഒരു പ്രൊമോഷൻ പോലും പോകില്ല. അങ്ങനത്തെ പ്രശ്നമുള്ള ആളാണ്. ജോസ് തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിയുടെ പടത്തിൽ അഭിനയിച്ചിട്ട് പ്രൊമോഷൻ വിളിച്ചിട്ട് ഇയാൾ ചെല്ലാൻ പച്ചയായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഈ ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ പുതിയൊരു പ്രൊജക്റ്റുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ജോസേട്ടാ നമുക്ക് ഹരീഷ് കണാരനൊരു വേഷം കൊടുക്കണേ. അപ്പോഴേ പുള്ളി ഈ കഥയൊക്കെ എന്നോട് പറയും. അങ്ങനെ പല സെറ്റിലും പുള്ളി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചല്ലോ, ഒരുപാട് പേര് എന്നെ വിളിച്ചു. കാര്യം ഇൻഡസ്ട്രി മുഴുവൻ അറിയാം ഹരീഷ് കണാരന്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ നോക്കിയിരുന്നത്. ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് കൃത്യമായിട്ടാണ് അയാളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നതെന്നും അയാൾ കൃത്യമായിട്ട് ഒരു സെറ്റിൽ പോലും തെറ്റാതെ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ് ഞാൻ. ഇതിനുശേഷം ഞാൻ മാറിയതിനു ശേഷമാണ് പുള്ളി വീണ്ടും പഴയ കുഴപ്പത്തിലേക്ക് പോയതും പിന്നെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം താങ്കളുടെ തൊഴിൽ മേഖലയിൽ താങ്കൾക്ക് പ്രതിസന്ധിയായിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് പ്രതിസന്ധിയായിട്ടുണ്ട്. പല പ്രശ്നങ്ങളും എനിക്കിത് കാരണം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു റീസണാണ് റേച്ചൽ ഇറങ്ങാത്തത്. കാര്യം എനിക്ക് ആ പടം ഇറങ്ങാൻ ഒരു പൈസ കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. തരാൻ നേരിടുന്നവരെല്ലാം ഈ ഒരു വിഷയം വന്നതോടെ അതിനകത്ത് പിന്മാറിയത്. എനിക്ക് തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഇറക്കും. ഇപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും ഏകദേശം ഈ ആഴ്ചയോടുകൂടി എന്റെ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മിക്കവാറും അടുത്ത ആഴ്ച ഫെബ്രുവരി 6-ാം തീയതി പടം ഇറക്കുന്ന രീതിയിലാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞ് ഇറക്കുന്ന രീതി.
10 ലക്ഷം രൂപയാണ് പുള്ളിയിട്ട് അതിനകത്ത് 20 ലക്ഷം ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് തന്നത്. അത് ഏകദേശം 4/5/2019 പുള്ളി എനിക്ക് പൈസ. മേടിച്ചിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടാത്തപ്പോഴല്ലേ ശരിക്കും ആരോപണമായിട്ട് അതെ മുന്നോട്ട് അതെ അതാണ് ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാനിപ്പോ നിങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് നിൽക്കുന്നത്. പുള്ളി എനിക്ക് അക്കൗണ്ടിലൂടെയാണ് പൈസ എന്നു പുള്ളി പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഇതുപോലെ ഒന്നും എടുത്ത് നോക്കിയിട്ട് വന്നെന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ അയാളുടെ ഇന്ന് 10 ലക്ഷവും മേടിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം വാങ്ങിച്ചു. 4 ലക്ഷം രണ്ടാമത്തെ ദിവസം പുള്ളിക്ക് തിരിച്ചിട്ട് കൊടുത്തു. ബാക്കി 3 ലക്ഷം കൂടി പുള്ളിക്കാൻ അയച്ചു കൊടുത്തു. എന്നോട് എന്തോ ആവശ്യപ്പെട്ട് ചോദിച്ചു. അതെ, ഞാൻ പ്രോപ്പർട്ടി വാങ്ങാൻ തന്നെയാണ് ആ സമയത്ത് അതെ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരാവശ്യത്തിന് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങാൻ നേരത്ത് എനിക്ക് പൈസ ആവശ്യം വന്നു. എനിക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ ആരോട് ചോദിച്ചാലും കാശ് തരും. ഞാൻ അവരോട് ചോദിക്കാതെ പണിയെടുക്കുന്നവരോട് ചോദിക്കണല്ലേ നല്ലത്. അതാണ് മര്യാദ. 3 ആർട്ടിസ്റ്റിന്റെ ഒരു 3 പേരുടെ ഡേറ്റ് ഞാൻ നോക്കട്ടെ. മറ്റേ 2 ആർട്ടിസ്റ്റിന് പ്രശ്നമില്ലല്ലോ. അവരെനിക്ക് ആ പൈസ തന്നിട്ട് അവർ പറഞ്ഞത് തിരിച്ചു തരണ്ടെന്നാ പറഞ്ഞത്. ബാക്കിയുടെ പ്രതിഫലമായിട്ട് വെച്ചോളാന്നാ പറഞ്ഞത്. നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ചെയ്തതെന്നാ പറഞ്ഞത്. ഇതുവരെ അങ്ങനത്തെ ഒരു സംസാരത്തിന് ഇട വന്നിട്ടില്ല. നമ്മളാ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആലോചിക്കും എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ എനിക്ക് ചോദിച്ച് മേടിക്കുന്ന ഒരു സ്വഭാവമില്ല. നമുക്കിപ്പോ എന്റെ കൂടെ ഒരു പണിയൊക്കെ ഇപ്പൊ ഇവരെന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇവന് ശമ്പളം ഞാനല്ല കൃത്യമായിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം ശമ്പളം. പുള്ളി ഒരു നാരങ്ങ വെള്ളം മേടിച്ചു തന്നിട്ടില്ല. പുള്ളി ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാൾ 5 വർഷം പണിയെടുത്തിട്ട് എന്ത് കൊടുത്തെന്നാലും ചിന്തിച്ചു. കടമായിട്ടുള്ള എനിക്കൊരു ആവശ്യം വന്നു. എനിക്ക് ഇത്ര പൈസ 20 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി 10 രൂപ. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് കേട്ടോ, എന്റെ ഉള്ളപ്പോ ഞാൻ തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റവരോടും പറഞ്ഞു. അപ്പൊ അവർ രണ്ടുപേരും മൊത്തം തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞു. സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഈ ഒരു വിഷയത്തില് ഇത് സാമ്പത്തികം അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിനോ ഒരിക്കലും അസോസിയേഷൻ ഇടപെടില്ല. അത് ഓരോ ആൾക്കാർ വ്യക്തിപരമായിട്ട് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാതി എടുക്കാൻ പറ്റില്ല അസോസിയേഷൻ. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാനൊരു അഡ്വാൻസ് കൊടുത്തിട്ട് അത് എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എനിക്ക് പരാതിപ്പെടാം. അതെ, പക്ഷെ ഈ ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക ഇടപാടുകൾക്കൊന്നും അസോസിയേഷൻ ഏറ്റെടുക്കാറില്ല. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം. സിനിമ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടാനോ കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അസോസിയേഷനിലാണ്. ഞാൻ പറഞ്ഞ ഇതെങ്ങനെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് പോണെങ്കിൽ അങ്ങ് പൊക്കോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഇതിങ്ങനെ കൂടിക്കൂടി വരിക.